അത് കുഴപ്പമില്ല. എന്തായാലും ആസിഫിൽ ഇതുവരെ എല്ലാ ഫിലിം കണ്ടതിൽ ഒരു വെറൈറ്റി പടം, കിടക്കാച്ചി പടം, വേറെ ഒരു രക്ഷയില്ല. സെന്റിമെന്റ്സ് പിന്നെ കോമഡി ഒന്നും പറയണ്ട, കിടക്കാച്ചി. പിന്നെ ലാസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഞാനതൊക്കെ കറഞ്ഞു പോയി. കുറച്ച് ചിരിക്കാനുണ്ടായിരുന്നു, പക്ഷെ സങ്കടമായിപ്പോയി. ലാസ്റ്റ് ഒരു സംഗതി കുഴപ്പമില്ല. ആസിഫിലെ പടത്തിൽ അടിപൊളി പടം, കിടക്കാച്ചി സൂപ്പർ ഡൂപ്പർ. സുരാജ് ഒരു രക്ഷയില്ല. സുരാജ് പിന്നെ ചില സീനിലൊക്കെ നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും. സുരാജിന്റെ ലാസ്റ്റ് സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട് പടം. സംഗതി ചെറുതാണെങ്കിലും പൂത്തിരി പോലെ അടിപൊളിയായിട്ടുണ്ട്. പൂത്തിരി പോലെ നല്ല, പക്ഷെ ആസിഫില് ത്രൂട്ട് ക്യാരക്ടർ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഒരുപാട് മെസ്സേജ് ഉണ്ട്. നമുക്ക് സാധാരണ ഒരു മനുഷ്യനുണ്ടാവുന്ന ഒരുപാട് മെസ്സേജുകളുണ്ട് ഈ പടത്തിൽ. ഒട്ടുമില്ല. സുരാജ് എന്ന് പറഞ്ഞ വ്യക്തി പഴയ ഒരു ചളി കോമഡി എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചിട്ടില്ല. ത്രൂട്ട് അവസാനം വരെ സുരാജ് ഭയങ്കര പെർഫോമൻസ്, അടിപൊളിയാണ്. വലിയൊരു പടമല്ല കേട്ടോ, വലിയൊരു പടമല്ല, പക്ഷെ ചെറിയ പടമാണെങ്കിൽ ഒരിക്കലും ഒരു ചിറ്റിയടി ഒന്നുമില്ല. ചിറ്റിയടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും വരണ്ട. ചിറ്റിയടിയില്ല, വെടിവെപ്പില്ല, ഒന്നുമില്ല. പക്ഷെ ഫാമിലി വന്ന് കാണാം. എല്ലാവരും ഒരു നെഗറ്റീവ് അഭിപ്രായമായിട്ട് കാണണ്ട. ഈ പടം ഫാമിലിയായിട്ട് വന്ന് കണ്ട ഇഷ്ടപ്പെടും എന്നുള്ള ഗ്യാരണ്ടി ഞാൻ തരാം. ലാസ്റ്റ് നമ്മൾ കണ്ണ് നിറഞ്ഞു പോയി. കാരണം സുരാജിന്റെ ഒരു വന്നിട്ട് പുള്ളിക്ക് ഒരു പെർഫോമൻസ് ഉണ്ട്, നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ണ് നിറഞ്ഞു പോകും. അവരുടെ ഫ്രണ്ട്ഷിപ്പ് അടിപൊളി. അതാണ് ഞാൻ പറഞ്ഞത്, കുറെ സാധാരണ അടിപൊളിയായിട്ട് ഏറ്റവും മികച്ചതെന്ന് തോന്നിയത് അവർ രണ്ടിൻ്റെ ആക്ടിങ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഫ്രെയിംസ് ആണെങ്കിലും എല്ലാം നല്ല ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ഒരു ഹ്യൂമാനിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ജോണർ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ആൻഡ് മോർ ഓവർ സോ ഹാപ്പി ഫ്രം നഹാസ് ഓൾസോ. നഹാസ് എൻ്റെ ഫ്രണ്ടാണ്.